ഹായ് ഫ്രണ്ട്സേ, പുതിയ വർഷങ്ങളല്ലേ പിറക്കാൻ പോകുന്നത്. പുതിയ വർഷം ആഘോഷിക്കണ്ടേ? നമുക്കെല്ലാവർക്കും പുതിയ വർഷം ആഘോഷിക്കാം. പുതിയ വർഷം, പുതിയ ഡ്രസ്സ്, പുതിയ ചെരുപ്പ്, നമ്മുടെ പുതിയതായിട്ടുള്ള വർഷം പിറക്കുമ്പോൾ പുതിയ സന്തോഷങ്ങളാണ് നമുക്കെല്ലാവർക്കും ഇല്ലേ? ചിലർക്ക് അറിയാൻ പറ്റത്തില്ല, ചിലർക്കൊന്നും സന്തോഷങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ശരിക്കും പറയാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ടല്ലോ. ഓരോരുത്തരുടെ ലൈഫിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ലൈഫുകളുണ്ട്. നമ്മൾ ഈ പറയാൻ കാണുന്നവർക്കൊന്നുമല്ല. ഒരുപാട് ചിലർക്കൊക്കെ എന്തോ കഷ്ടതയും പ്രയാസങ്ങളും അല്ലേ? ഞാൻ എൻ്റെ ലൈഫിലൊക്കെ ഒരുപാട് മനുഷ്യനെ സഹായിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ ജോലി എടുക്കുന്ന കാലങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ് ഞാൻ. ശരിക്കും ഞാൻ അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്ന സമയത്തും ജോലി ചെയ്യുന്നതിൻ്റെ ഒരു അംശം പൈസയുണ്ടല്ലോ മാറ്റി വെക്കുമായിരുന്നു. ഒരു ദിവസം കിട്ടുന്നതിൽ ഒരംശം മാറ്റി വെച്ചിട്ട് ഈ നമ്മൾ അന്നത്തെ സമയങ്ങളിലൊക്കെ ഇപ്പോഴും ഇവിടെ വലിയോരങ്ങളിൽ കൃഷി അയക്കുന്നവരുണ്ട്. കൃഷിയാടനമൊന്നും നിർത്തിയിട്ടൊന്നുമില്ല. കൃഷിയാടനത്തിനുള്ള ആൾക്കാർക്കുണ്ടല്ലോ പൈസ കൊടുക്കും. ഈ പൈസ കൊടുക്കുമ്പോൾ എന്തോ സന്തോഷമാണെന്നറിയോ? ഇങ്ങനെ ഈ ശേഖരിച്ച് വെക്കുന്ന ഈ ചെറിയ പൈസ, ഈ ചെറിയ പൈസ കൊണ്ടൊന്നും നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷം ദൈവമേ അത് കാണേണ്ടത് തന്നെ. എനിക്കതൊക്കെ കാണുന്ന ഭയങ്കര സന്തോഷം. കുറേ ജോലി ചെയ്ത കാലങ്ങളിൽ പലർക്കും സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം ജോലി ഇല്ലാത്തതുകൊണ്ട് സഹായങ്ങളും കാര്യങ്ങളും ഒന്നും ഞാൻ ആർക്കും ചെയ്യാത്ത സത്യമാണ്. എനിക്കിപ്പം ഇപ്പം വേറെ ആളെ സഹായിക്കാൻ പറ്റത്തില്ല. എന്നെ സഹായിച്ചെങ്കിലേ പറ്റുള്ളൂ മറ്റുള്ളവരെ. ആ അവസ്ഥയിലാണ് ഇപ്പം ഞാൻ. ശരി, നേരത്തെ കാലങ്ങളിൽ നല്ലതായിട്ട് ഓരോരുത്തർക്കും ഓരോ എന്തുവേണ്ടി ആൾക്കാരെ ഓരോരുത്തർക്കൊക്കെ പെണ്ണുങ്ങളെ 2-3 പെണ്ണുങ്ങളുള്ളവരെ കല്യാണം കഴിക്കാൻ വരെ പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു കാറുണ്ടായിരുന്നു, ഷിഫ്റ്റ്. അത് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുത്തിനും കൊടുത്തതാണ്. വിറ്റ് അത് മോളെ കെട്ടിക്കാൻ വേണ്ടി കൊടുത്തതാണ്. വാങ്ങിച്ചു തരാൻ പൈസ തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ നിമിഷം പൈസ വന്നിട്ടില്ല. ഞാനിട്ട് ചോദിക്കാനും കണ്ടുകൊണ്ടാൻ പോയിട്ടില്ല. അത് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർക്ക് സ്വർണ്ണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം കൊടുത്തോണ്ടൊന്നുമല്ല പറയുന്നത്. ഞാൻ ജോലി ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞത്, ജോലി ചെയ്തതിലല്ലാതെ എനിക്ക് കുട്ടികൾക്കോ ഭർത്താവിനോ വീട്ടുകാർക്കോ അങ്ങനെയുള്ള സംഭവത്തിലൊന്നും ഞാനൊരു പൈസ കൊടുത്തില്ല. ഉണ്ടാക്കിയ പൈസ എല്ലാം മറ്റുള്ള പൊതുജനങ്ങൾക്ക് വേണ്ടി സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് ഞാൻ. അതുകൊണ്ടായിരിക്കും ദൈവം തന്നെ ഈ നിമിഷം തന്നെ നടത്തുന്നത് അല്ലേ? ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ദൈവം ഓരോന്ന് തരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ചെറുപ്പം മുതലേ എനിക്ക് ഈ പ്രായമുള്ളവരെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പ്രായമുള്ള ആൾക്കാർ ഞാൻ വരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കൊടുക്കുകയും അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ഭക്ഷണത്തിന് ഈ നിമിഷം വരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ദൈവം കാക്കുന്നുണ്ടല്ലോ. ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുടെയൊക്കെ അവസ്ഥയെ വളരെ ദുരിതമുള്ള അവസ്ഥകളായിരുന്നു. നമ്മുടെ ഈ 2026 ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം നിങ്ങളോട് കുറച്ച് കഴിഞ്ഞ് ഞാൻ പറയും. ഓക്കെ, ബൈ.